ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നൊരു ഉഗ്രം വോൾഡക്കയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സംഭവം വെച്ചിട്ടാണ് ഞാൻ വോൾഡക്കയർ ചെയ്യാൻ പോകുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കണിക്കൊന്ന പൂവില്ലേ, കണിക്കൊന്ന മരത്തിലെ കായാണിത്. ഇങ്ങനത്തെ സീഡ് നിങ്ങൾ ചുമ്മാ വേസ്റ്റായി കളയല്ലേ കേട്ടോ. ഇനി കാണുവാണെങ്കിൽ എടുത്തു വെച്ചാൽ നമുക്ക് ഒരു ഉഗ്രം ക്രാഫ്റ്റ് ചെയ്യാനുള്ളേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിലും കൊന്നമരമൊക്കെ പൂത്തു തുടങ്ങി കാണുമല്ലോ. എന്തായാലും ഞാൻ ഈ കായ് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പല അളവിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പൺ ആക്കിയിട്ടുള്ള സ്ഥലമൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് സ്മൂത്തനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പെയിൻ്റൊക്കെ വരച്ച് കൊടുക്കാം. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ. വൈറ്റ് കളറിലെ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടിക്കുന്നത്. എന്തായാലും ഇതിന് ബേസ് കോട്ടൊന്നും വേണ്ട, നല്ല ബ്ലാക്ക് കളറാണുള്ളത്. അതിനകത്ത് ബേസ് കോട്ടൊന്നും അടിക്കാതെ തന്നെ നമുക്ക് പടം വരച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് പാറ്റേൺസ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടും ആയിരിക്കും. അത് കാരണം വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ ഡിഫറെൻറ്റ് ആയിട്ടുള്ള പാറ്റേൺസാണ് ഓരോ സ്റ്റിക്കിലും ഞാൻ വരച്ച് കൊടുക്കുന്നത്. ടോട്ടലി ഒരു 6 സ്റ്റിക്കുണ്ട്. അപ്പോൾ 6 ഡിഫറെൻറ്റ് പാറ്റേൺസാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ആയിരിക്കും. വോൾഡക്കയർ ആയിട്ട് മാത്രമാണെങ്കിലും വേണേൽ നമുക്കിത് യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ക്രാഫ്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കളർ അടിച്ച് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഞാനൊരു ബേസ് ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ മതിയേ. കാരണം തന്നെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേറൊന്നിനും അല്ല കേട്ടോ. ആ കായ്ക്ക് നല്ല വെയിറ്റ് ഉള്ള കാരണം, കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ, 6 ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് വേണം. കാരണം ബേസ് ബോർഡിനും കുറച്ച് വെയിറ്റ് ആയിട്ടുള്ളത് എടുക്കണം കേട്ടോ. 2 പീസ് ബേസ് ബോർഡ് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അത് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടി ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ടെസ്റ്റർ വരാൻ വേണ്ടി മാത്രമായിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണേ. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ അടിക്കുന്നുണ്ട്. നമ്മുടെ കായ്ക്കും ബ്ലാക്ക് കളറാണല്ലോ, അങ്ങനെ ഞാൻ ഇതിനൊരു ബ്ലാക്ക് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് വേറൊരു പേപ്പർ വെച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സ്റ്റിക്കെല്ലാം ഓരോന്നായിട്ട് നമുക്കിതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ ഐറ്റം എല്ലാം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടാവുന്നതാണല്ലോ. അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരേ അളവിലൊന്നുമല്ല, കുറച്ച് ഗ്യാപ്പിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏറിയും കയറിയൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന്. അങ്ങനെ ഒരു 6 ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കീയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് വോൾഡക്കയറായിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഇതിനകത്ത് കീയൊക്കെ ഹോൾഡ് ചെയ്യാം. കീ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഇതൊക്കെ നമുക്കിതിനകത്ത് ഹോൾഡ് ചെയ്തിടാവുന്നതാണ്. ഫുള്ളായിട്ട് കഴിഞ്ഞ് നമുക്ക് 2 ഹാങ്ങിങ് കൂടെ അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാവേ. ഇതിന് 2 ഹാങ്ങിങ് വെക്കുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ ഈ കായ്ക്ക് വെയിറ്റ് ഉള്ള കാരണം തന്നെ ഒരൊറ്റ ഹാങ്ങറാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് കാരണം താഴത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് കയറ് വയ്ക്കാവേ. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ഒരു പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ബ്ലാക്ക് കളറില്ലായിരുന്നു, അങ്ങനെ തന്നെ ബ്രൗൺ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതും ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഒന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്നത്. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ലവ് എങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിനകത്ത് കീയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് സൂപ്പറായിട്ടില്ലേ? ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.